ഹാർഡ്ലി CCL സീസൺ 2 ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മലയാളികളുടെ സ്വന്തം പ്രിയകരനായ ശ്രീശാന്ത് ആണ്. ശ്രീശാന്ത്, എങ്ങനെയുണ്ട് അമ്മ കേരള സ്ട്രൈക്കേഴ്സിന്റെ പെർഫോമൻസ്? മമ്മൂക്ക വന്നിട്ടുണ്ട്, കണ്ടല്ലോ. വളരെ സന്തോഷമുണ്ട്. ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർസ്, അതും കളി കാണാനും കളി സപ്പോർട്ട് ചെയ്യാനും, അതും കേരളത്തിൽ വളരെ ചുരുക്കം ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതും എല്ലാ സൂപ്പർ സ്റ്റാറും ഇങ്ങനെ ചെയ്യുന്ന മമ്മൂക്ക വന്നു പോയി. നമ്മളെല്ലാവരും കാണും, ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ കേരളത്തിന് ആകെ കൂടി ഓരോ ക്രിക്കറ്റാണ് ഇന്ത്യൻ ലെവലിൽ കളിച്ചത്. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? ആൻഡ് മാത്രമല്ല ശ്രീശാന്ത്, ഇപ്പോൾ നമ്മുടെ സെലിബ്രിറ്റീസ് കളിക്കുന്ന കാണുമ്പോൾ എന്താണ് പറയാനുള്ളത് അവരെക്കുറിച്ച്? എനിക്കൊന്നുമില്ല, വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു ഇതിന് സീരിയസ് ആയിട്ട് എടുത്തപ്പം. ആദ്യം ഞാനും പറഞ്ഞു ഇന്ദ്രിയത്തേട്ടൻ എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മുകേഷ് ചേട്ടൻ, ജയറാം ചേട്ടൻ, അങ്ങനെ കുറേ മോഹൻലാൽ ചേട്ടൻ്റെ ലാലേൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒപ്പം ക്രിക്കറ്റ് ഇത്ര സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അതും എനിക്ക് തോന്നുന്നു ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് മാച്ചസിനേക്കാളും കൂടുതൽ ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു IPL-നേക്കാളും കൂടുതൽ ജനം കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ സക്സസ്ഫുൾ ആണ്. ശ്രീശാന്ത് ഇവരുടെ ഗെയിം കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മുന്നിലെ മാച്ചസ്. ഇവർ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു പോയിന്റ് ഏതാണ്? എൻ്റെ കസിനാണ് രാജീവ്, കഴിഞ്ഞ മാച്ചിൽ 43 അടിച്ചത്. അപ്പം സീരിയസ് ആയിട്ടും ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. അതുമാത്രമല്ല മിക്ക ടീമിലും ഇപ്പോൾ കുഞ്ഞാക്കോൻ ചേട്ടനാണെങ്കിലും നിഖിൽ ചേട്ടനാണ്, കുറേ പേരുണ്ട്. അപ്പം എല്ലാവരുടെയും പേര് ഷായി ചേട്ടൻ, കുറേ പേരുണ്ട്, ഞാൻ പേര് സോറി. അപ്പോൾ എല്ലാവരും, പിന്നെ ലാൽ ചേട്ടൻ ബീങ് ദ ക്യാപ്റ്റൻ, അമേസിങ് ലീഡർ. പിന്നെ ക്രിക്കറ്റിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലൈഫ് ആൻഡ് ബ്രെഡ് ആൻഡ് ബട്ടറാണ് ക്രിക്കറ്റ്. അങ്ങനൊരു സ്ഥലത്ത് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതും കൊച്ചിയിൽ ഇത്രയും ജനം കളി കാണാൻ. One word about Laletan as a captain. Oh, now that was 6 and 4 ആയിരുന്നു, sorry. Alright, ലാലേട്ടൻ ആസ് എ ക്യാപ്റ്റനെ കുറിച്ചിട്ട് one word എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? ലാലേട്ടനെ കുറിച്ച് എന്ത് പറഞ്ഞാലും കുറവായിരിക്കും. എനിക്കിത്രേ പറയാനുള്ളൂ. ഞാൻ ലാലേട്ടൻ്റെ വലിയൊരു ഫാനാണ്. ഒന്ന്, രണ്ടാമത്തെ പ്രാക്ടീസ് ഫസ്റ്റ് ഡേ നെറ്റ്സ് ഞാൻ കാണാൻ അവസരം ഉണ്ടായി. ആ എന്തൂസിയാസം, ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് വി ഓൾ ഷുഡ് ലേൺ ഫ്രം ഹിം. ലാലേട്ടനെ കണ്ട് പഠിക്കണം ആ ഒരു എന്തൂസിയാസം. താങ്ക് യു സോ മച്ച് ശ്രീശാന്ത്, താങ്ക് യു സോ മച്ച്. ആൻഡ് അതായിരുന്നു മലയാളികളുടെ സ്വന്തം ശ്രീശാന്ത്, ഇന്ത്യൻ ലെവലിൽ കളിച്ച ശ്രീശാന്ത്. സോ ഓവർ ടു ദ കമന്റേറ്റേഴ്സ്. താങ്ക് യു. ഓവർ ഷബീർ വളരെ നിർണായകമാകുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമാണ് മുംബൈ ഹീറോസിന് കാഴ്ചവെക്കുന്നത്. അദ്ദേഹം രണ്ടാമത്തെ പന്ത്, വിവേക് ഗോപൻ്റെ രണ്ടാമത്തെ പന്ത് ബൗണ്ടറിയിലോട്ട് പായിച്ചുകൊണ്ട് മുംബൈ ഹീറോസിൻ്റെ സ്കോർ 104 റൺസിലോട്ട് എത്തിച്ചിരിക്കുകയാണ്, 6 വിക്കറ്റ് നഷ്ടത്തിൽ. വിവേക് ഗോപൻ തൻ്റെ അവസാന ഓവർ, 4ാമത്തെ ഓവർ ബോൾ ചെയ്യുന്നു. വീണ്ടും ഒരു 2 റൺസും കൂടി ഷബീർ നേടുകയുണ്ട്. ഷബീറിൻ്റെ വ്യക്തിഗത സ്കോർ 18. ജോഷി 3 റൺസോടുകൂടി ബാറ്റ് ചെയ്യുന്നു. വിവേക് ഗോപൻ്റെ ഒരു വൈഡ് സ്വീപ്പ് ചെയ്യാൻ ട്രൈ ചെയ്ത ഷബീർ വീണ്ടും 2 റൺസും കൂടി മുംബൈ ഹീറോസിന് ടോട്ടലിൽ ചേർത്തിരിക്കുകയാണ്. മുംബൈ ഹീറോസിൻ്റെ സ്കോർ 106, 6 വിക്കറ്റ് നഷ്ടത്തിൽ. ഷബീർ 18 റൺസോടുകൂടിയും ജോഷി 3 റൺസോടുകൂടിയും ബാറ്റ് ചെയ്യുന്നു. വിവേക് ഗോപൻ്റെ അവസാന ഓവറാണ്, 4ാമത്തെ ഓവർ വിവേക് ഗോപൻ ബോൾ ചെയ്യുന്നു. ഈ ഓവർ 10 റൺസ് നൽകിയിട്ടുണ്ട് ഇതുവരെ. നല്ലൊരു പന്ത്, വീണ്ടും ഒരു വലിയ ഷോട്ടിന് ട്രൈ ചെയ്യുകയും ലഭിക്കാതെ വന്നു. റൺസൊന്നും 108 റൺസ്, 6 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ഹീറോസ്. (17.4 ഓവർ പിന്നിട്ടപ്പോൾ മുംബൈ ഹീറോസ് 104 റൺസിന്